കിഷ്കിന്ത കണ്ട് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ മിസ്സാക്കിയിരുന്നെങ്കിൽ OTT റിലീസ് ആയതിനു ശേഷം ഇത് കണ്ടിട്ട് ഞാൻ തന്നെ എന്നെ തല്ലിക്കൊന്നേനെ. ഇതിപ്പോൾ ഞാൻ പടം കണ്ടിട്ട് ഇറങ്ങിയുള്ളൂ, വീട്ടിൽ പോലും എത്തിയിട്ടില്ല, നട റോഡിൽ നിന്നിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആങ്സൈറ്റി കാരണം എനിക്ക് പ്രാന്താവും. ഇജാതി പടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യത്തിന് ശേഷം ഇത്രയും റിഫൈൻഡ് ആയി ഇത്രയും വെൽ റിട്ടൺ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി വരുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ്, വളരെ കുറച്ച് സമയം കൊണ്ടുള്ള സ്ക്രിപ്റ്റ് എഴുതിയെന്നൊക്കെ കേട്ടു. പക്ഷേ കിടിലം വർക്ക്, അടിത്തറ തന്നെ സ്ട്രോങ് ആണ്, സ്ക്രിപ്റ്റ് ആണല്ലോ മെയിൻ. പിന്നെ അതിൻ്റെ മേലുള്ള മേക്കിംഗ് കൂടെ അടിപൊളിയായപ്പോൾ പടം അങ്ങോട്ട് കിടിലമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമും എനിക്കിങ്ങനെ എടുത്ത് പറയാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില സീനൊക്കെ ഉണ്ട്, ചില സീനുകളിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു കളർ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ആ കളറിന് കോൺട്രാസ്റ്റ് ആയി അല്ലെങ്കിൽ ആ കളറിന് മാച്ച് ആയിട്ടുള്ള കോസ്റ്റ്യൂംസിൻ്റെ കളേഴ്സ് ആയിരിക്കും ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അവിടെയുള്ള പ്രോപ്പർട്ടീസും അവിടെയുള്ള എക്യുപ്മെൻസും ഒക്കെ ആ കളർ ടോണിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോലും അറിയാതെ ആ സീനിൻ്റെ ബ്യൂട്ടി നമ്മുടെ മനസ്സിൽ വരും. അതുപോലെ തന്നെ മ്യൂസിക് വർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ. ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ സിനിമ OTT റിലീസ് ആയതിനു ശേഷം ഓവർ റേറ്റഡ് ആണെന്നും പറഞ്ഞ് ഒരുപാട് ട്രോളുകളും ഒക്കെ നിങ്ങൾ കാണും. വിശ്വസിക്കരുത് ഗൈസ്, വിശ്വസിക്കരുത്. തിയേറ്ററിൽ പോയി തന്നെ കാണാം. കാരണം തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ആ ഒരു വിഷ്വൽസിൻ്റെ ബ്യൂട്ടി, മ്യൂസിക്കിൻ്റെ എഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടിപൊളി പടം. എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഇനിയും നടറോളിൽ ഇതുപോലെ ബഹളം വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരനെ പ്രാന്താന്ന് പറഞ്ഞ് പിടിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടിടും. അതുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു. സോ ഗൈസ്, മിസ്സാക്കരുത്, പോയി കാണുക.